എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിപ്പോൾ മൈക്രോ ഫൈനാൻസാണ് വലിയ പ്രശ്നം, വലിയ ചർച്ച. വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നു. ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാശയം മൈക്രോ ഫൈനാൻസ്. ആ ആശയം മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞല്ല ആദ്യം തുടങ്ങിയത്. എൻ്റെ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ പലിശ രാജാക്കന്മാർ വൻ പലിശയ്ക്ക് സ്ത്രീകൾക്ക് കടം കൊടുത്ത് അത് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്ന് പലിശ രാജാക്കന്മാർ പലിശ പിരിവിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് വീട് വിട്ടോടുന്ന സ്ത്രീകളെ കണ്ട ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ചിന്തയും ഭാവനയും അനുസരിച്ച് ആദ്യമായി ഞങ്ങൾ പരീക്ഷണമെന്ന നിലയിൽ ഞാൻ ഭാര്യയും കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ പ്രദേശത്തുള്ള കുറച്ച് പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഞാൻ കുറേ രൂപ കൊടുത്ത് പലിശരഹിതമായിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു തരണം. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം 5 രൂപ വീതം നിക്ഷേപിടണം, എന്നിട്ട് നിങ്ങൾ തന്നെ അത് കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ തന്നെ വാങ്ങണം, ചെറിയ പലിശ വാങ്ങണം. ഇങ്ങനെ പല ആശയങ്ങളിങ്ങനെ വന്ന് അവർക്കൊരു സാമ്പത്തികമായി നിലനിൽക്കാനും പ്രവർത്തിക്കാനും അതിലൂടെ ഉയരാനുള്ള ഒരു ആശയം പകർന്നു. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങളെ സഹായിക്കാൻ ഗാന്ധി സ്മാരക നിധിക്കാർ വന്നു. അന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന 24% പലിശ സമ്മതിക്കാറില്ല. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ കൂട്ട് ധനലക്ഷ്മി ബാങ്ക് എന്നെ സമീപിക്കുകയാണ്. നിങ്ങളുടെ സമുദായം സാമ്പത്തികമായി, സാമൂഹ്യമായും, വിദ്യാഭ്യാസപരമായും തകർന്നുകൊണ്ടിരിക്കുന്നു. മതപരിവർത്തന ഭീഷണി വരെ നിങ്ങളുടെ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇല്ലായ്മ കൊണ്ട് അവരും മറ്റു മതങ്ങളിലേക്ക് വേണ്ടി ജീവിതം നിലനിർത്തുവാൻ സമ്പത്ത് സ്വീകരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് അന്ത്യം വരുത്താൻ ഇല്ലാതാകണമെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ആസ്തിത്വം നിലനിർത്തി മുമ്പോട്ട് പോകണമെങ്കിൽ, സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർത്തുവാൻ നിങ്ങൾ മൈക്രോ ഫൈനാൻസ് തരം എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെന്ന് ഞങ്ങളെ ഉപദേശിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാൻ മിസ്റ്റർ റാവു ഒന്ന് എന്നെയും ഭാര്യയെ ഉപദേശിച്ചു എന്ന് മാത്രമല്ല, ഇതിൽ ട്രെയിനിങ് നടത്തുന്ന ഹൈദരാബാദിൽ കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരെയും അത് കാണിക്കുകയും തിരുപ്പതി കൊണ്ട് താമസിപ്പിച്ച് ഒഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ആശയം ഞങ്ങളുടെ തലയിൽ നല്ലപോലെ കയറി. അങ്ങനെ ആദ്യമായി 100 കോടി രൂപ അന്ന് ധനലക്ഷ്മി ബാങ്ക് SNDP യോഗത്തിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നു. അങ്ങനെയാണ് തുടക്കം. ആ തുടക്കം ഇത് എത്രയോ 1000 കോടി രൂപ കൊടുത്തു. കൊടുക്കാനുള്ള കാരണം നിങ്ങൾ മനസ്സിലായില്ലേ? അന്ന് തരാൻ ആരാണ് ഉണ്ടായിരുന്നത്? അതിനുശേഷം ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അന്ന് ആരും തരാനില്ല. അത് ലഭിച്ചതോടുകൂടി സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മയുണ്ടായി. സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അവർക്ക് ഉയരാൻ സാധിച്ചു. അവർക്കൊരു സമ്പത്ത് കയ്യിലുണ്ട് എന്നൊരു ബോധം. പണ്ട് രോഗം വന്നാൽ, പ്രസവത്തിൽ വന്നാൽ ഇതിനു വേണ്ടി സമ്പത്തില്ലാതെ വരുമ്പോൾ ഓടുന്ന ഓട്ടങ്ങൾ, ഇന്നിപ്പോൾ അവിടെ പണമുണ്ട്, അവിടെ ഗ്രൂപ്പിൽ പണം കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും പണം എടുത്ത് അവർക്ക് പോകാം, കിട്ടും എന്നുള്ള ഉറപ്പ് അവിടെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം മനസ്സാണല്ലോ. ആ മാനസികമായ ധൈര്യവും വിവേകവും അറിവും തിരിച്ചറിവും അവർക്ക് ഈ രംഗത്തുണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ധൈര്യം അവർക്കുണ്ടായി, കൂട്ടായ്മയുണ്ടായി. അങ്ങനെ ഇതെല്ലാം SNDP യോഗത്തിൻ്റെ തണലിൽ ഇതൊരു വ്യാപകമായി ഒരു സാമ്പത്തിക വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇതിൽ പലർക്കും കണ്ണുകടിയുണ്ടായി. ഇത് കാണുമ്പോൾ പലരും ഞങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് നടത്തുന്നത് തിരക്കാൻ പല സമുദായങ്ങളും തിരക്കാൻ തുടങ്ങി, പല രാഷ്ട്രീയക്കാരും തിരക്കാൻ തുടങ്ങി, പല ബാങ്കുകൾ ഞങ്ങൾ വരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പണം എങ്ങനെയാണ് തരണം ചോദിച്ചാൽ ധനലക്ഷ്മി ബാങ്ക് തരുന്ന പോലെ ഞങ്ങളും തരാം.
അവർക്ക് ഒരു സ്കീം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെപ്പറ്റി പല ബാങ്കുകൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ ധനലക്ഷ്മി ബാങ്ക് തരുന്ന പോലെ ഞങ്ങൾക്ക് തരാം, എങ്ങനെ തരണമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ബാങ്കുകളിൽ ആകർമികമായി യൂണിയൻ ബാങ്ക് ആകട്ടെ, ഫെഡറൽ ബാങ്ക് ആകട്ടെ, അപ്പോൾ എന്തിനേറെ പറയുന്നത്, നാഷണലൈസ് ബാങ്ക് ഉൾപ്പെടെയുള്ള സകല ബാങ്കുകളും ആക്രമികമായി, IOB ബാങ്ക് ഉൾപ്പെടെയെല്ലാം ഞാൻ കുറഞ്ഞ പലിശയ്ക്കും 4% പലിശയ്ക്ക് പോലും കോടിക്കണക്കിന് രൂപ ബാങ്കുകൾ തന്നു. അങ്ങനെ SNDP യോഗവും വളർന്നു. സാമ്പത്തികമായി ഞങ്ങളുടെ സമുദായത്തിലെ സ്ത്രീകൾ ഉയർന്നു. ഒരു അച്ചടക്കമുണ്ടായി, വൃത്തിയുണ്ടായി, ഒരു ഭക്തിയുണ്ടായി, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി. ആരും ഉപദ്രവിക്കാനല്ല. മറ്റുള്ളവരെല്ലാം സാമ്പത്തികമായി വരുമ്പോഴും ഈ സമുദായം തളർന്നത് കണ്ട് ദുഃഖിതരായ ഞങ്ങൾക്ക് ഇത് അവരുടെ ഉയർച്ച കാണുമ്പോൾ എന്നെ കൂട്ടിയുള്ളവർക്കെല്ലാം വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായി. ഇങ്ങനെ സംഘടന വളർന്നു വന്ന് മുമ്പോട്ട് വന്നപ്പോൾ ചില ദുഷ്ടൈക ദൃക്കുകൾ ഇതിനെതിരെ, എന്തിനു പറയുന്നത്, SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആ ഒരു മാന്യം തന്നെ എന്താ പറഞ്ഞത്, സ്ത്രീകൾക്ക് പണം കൊടുക്കരുത്, സ്ത്രീകൾക്ക് കാശ് കൊടുത്താൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞതാണ്. അതുപോലും കേൾക്കാനാണ് ഞാൻ കൊടുത്തത്. അത് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോലും കൊടുക്കാതിരിക്കാൻ ഈ മാന്യൻ ഇടുക്കിയിലുള്ളൊരു സുഹൃത്തിനെ കൊണ്ട് പണം കൊടുപ്പിക്കാതിരിക്കാൻ ബാങ്കിനെതിരെ പോലും കേസ് കൊടുത്ത ആളുകളാണ്. അതാര്, യോഗം പ്രസിഡൻറ്റ്. അത്ര അസൂയാലിക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, കുലംകുത്തികൾ വല്ലതും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹങ്ങൾ അവിടെ കൃത്യമായും സത്യസന്ധമായും ഒരുപാട് പൈസ അവർ എടുക്കുകയും കൊടുക്കുകയും ചെയ്തു. എന്തിന്, കേരള ഗവൺമെൻറ്റിൻ്റെ പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്ന് വരെ കോടിക്കണക്കിന് രൂപ തന്നു. അത് മുഴുവൻ എടുക്കുകയും കൊടുക്കുകയും തിരിച്ചടയ്ക്കുകയും ചെയ്തു. ഇതുപോലുള്ള, എന്നാൽ ചില സ്ഥലങ്ങളിലെല്ലാം ചില സാമ്പത്തിക കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാനല്ല, ഞാൻ പണം എൻ്റെ വരുന്നില്ല, എൻ്റെ പണം വരുന്നില്ല എന്നുള്ളത് SNDP പ്രവർത്തകർക്കെല്ലാം അറിയാം. പുറത്തുള്ള സാധാരണക്കാർക്ക് അറിയാനൊക്കത്തില്ല, പുറത്തുള്ള സഹോദരന്മാരൊക്കെ അറിയില്ല, സമുദായങ്ങൾക്ക് അറിയാൻ പാടില്ല. SNDPയിൽ ഏതെങ്കിലും കുഴപ്പമുണ്ടാക്കി എല്ലാം വെള്ളാപ്പള്ളിയുടെ തലയിൽ വെക്കുക എന്നൊരു ശൈലിയാണ് പല മാധ്യമങ്ങളും സ്വീകരിച്ചത്. എൻ്റെ പണം വരുന്നില്ല, ബാങ്ക് നേരെ ത്രൂ നമ്മുടെ കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കുകയാണ്, അവർ തിരിച്ച് അതുപോലെ തന്നെ ബാങ്കിൽ തിരിച്ചടക്കുകയാണ്. ഇടയ്ക്ക് നിന്നപ്പോൾ ചില യൂണിയൻ ശാഖകളും അതിൽ ചില ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കോടാനുകോടി രൂപ ബാങ്ക് കടം കൊടുത്തിട്ട് കിട്ടാനില്ലേ എന്ന്? എന്നാൽ അങ്ങനെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് കിട്ടാനുള്ള പെർസെൻറ്റേജും കൊടുത്ത പെർസെൻറ്റേജും നിന്ന് നോക്കിയാൽ തുച്ഛമായൊരു പെർസെൻറ്റേജ്, ഞങ്ങൾ കൊടുത്തതിൽ തുച്ഛമായൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഡിഫാൾട്ട് കാണിച്ചത്. പക്ഷേ അതിനെ പെരുപ്പിച്ച് കാണിക്കാനും ഇത് നശിപ്പിക്കാനും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സ്വന്തം കുലം കുത്തികളും ഒരുമിച്ച് കുത്തിയപ്പോൾ അത് രാജ്യവ്യാപകമായ പ്രചരണം നടത്തി. അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ്, അദ്ദേഹം LDF കൺവീനറായിരുന്ന കാലത്താണ്. അദ്ദേഹം എന്നെ പ്രതിയാക്കി കൂടെ കേസ് കൊടുക്കുമ്പോൾ VSൻ്റെ കേസ് വാദിയായി കൊടുക്കുമ്പോൾ അത് ഒരു പ്രസക്തി ഏറ്റവും കൂടുമല്ലോ, ന്യൂസ് വാല്യൂ വളരെ കൂടും. ആ ഇവിടെ വന്നു, ആ കേസും എല്ലായിടത്തും അന്വേഷിച്ചു, എല്ലാ യൂണിയൻ ചെന്ന് അന്വേഷിച്ചു. വെള്ളാപ്പള്ളി നടേശൻ 5 പൈസ എടുത്തിട്ടില്ല, മേടിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല, കൊടുക്കാനുമില്ല എന്ന് തെളിഞ്ഞ് ഇപ്പോൾ കണ്ടു. ക്ലീൻ ചിറ്റ് എന്ന് ഇപ്പോൾ പത്രത്തിൽ കാണുന്നു. സന്തോഷമുണ്ട്, കാരണം സത്യം എന്നാലും തെളിഞ്ഞു വരും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പാവപ്പെട്ട സമുദായ സംഘടന നന്നാക്കാൻ ഇറങ്ങി തിരിച്ച് എനിക്ക് വന്ന ആ സ്വകാര്യ ദുഃഖം എന്നെയും കുടുംബത്തെയും എന്തുമാത്രം വേട്ടയാടി, ക്രിമിനൽ കേസ് പ്രതിയാക്കാൻ എന്തെല്ലാം നോക്കി. ഇതെല്ലാം ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ ഒന്നും ഏശില്ല. വളരെ കാലങ്ങളും ഞാൻ സഹിക്കേണ്ടി വന്നു, ഒരുപാട് ദുഃഖം ഞാൻ സഹിക്കേണ്ടി വന്നു. ആ ദുഃഖങ്ങളെല്ലാം ഞാൻ സ്വയമേ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഞാൻ യുദ്ധം ചെയ്താണ് മുന്നേറിയത്. ശത്രുക്കളായി വന്ന ഏത് വൻപനായാലും കൊമ്പനായാലും അവൻ്റെ ഏത് മുട്ടാളിൻ്റെ മുമ്പിലും മുട്ടുകുത്താതെ സമുദായത്തിൻ്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ അടുത്തോടുകൂടി ഞാൻ മുന്നേറി. സമുദായം ഒറ്റക്കെട്ടായി എൻ്റെ മുമ്പിൽ എൻ്റെ അണി ചേരുകയും ചെയ്തു. എൻ്റെ മാത്രം കഴിവല്ല, സമുദായം ഒരേ മനസ്സോടു കൂടി എൻ്റെ അണിചേർന്നു. പക്ഷേ സമുദായത്തിൽ ഇല്ലാത്തവരും സമുദായത്തിൽ നടപടിയെടുത്ത് കളഞ്ഞവരും ആയ പലരുമാണ് ഇത് ഊതി വീർപ്പിച്ച് പറഞ്ഞത്. അതല്ലെങ്കിൽ സമുദായത്തിനകത്ത് നിന്ന് ഈ മോഷണം നടത്തിയവരും അതിൻ്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്ത് കളഞ്ഞവരുമാണ് ഇതിനെതിരെ പ്രചരിപ്പിക്കാൻ നടന്നത്. എപ്പോഴും നെഗറ്റീവ് ന്യൂസുകളാണല്ലോ പത്രങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ആവശ്യം. അവരെന്നെ ഇരയാക്കിയിട്ടുണ്ട്, വളരെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനൊരു ദേവീഭക്തനാണ്. ഗുരുവിലും കളിച്ചുള്ള ദേവിയിലും എൻ്റെ ദുഃഖങ്ങളെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നു. സത്യങ്ങളെല്ലാം തെളിഞ്ഞുകൊണ്ട് വരുന്നു. ഇനിയും പല സത്യങ്ങളും തെളിഞ്ഞു വരും. ഞാൻ എൻ്റെ ഈ കർമ്മമണ്ഡലത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് 10-ാം ഊഴമാണെന്ന് പറയുന്നു എസ് എൻ ട്രസ്റ്റിൽ. 10-ാം ഊഴത്തിന് ഒരാൾ വരണമെങ്കിൽ ഈ 10-ാം ഊഴത്തിൽ നിൽക്കുമ്പോൾ പോലും എനിക്കെതിരായ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടേന് ജയിച്ചു വന്നില്ലേ? ഏതായ 10-ാം ഊഴം എന്ന് പറഞ്ഞാൽ 30 കൊല്ലമാണ്. അത് 27 കൊല്ലമായി. ഇനി 3 കൊല്ലം ഇവിടെ കിടക്കുന്നു എനിക്ക്. ഇങ്ങനെ തുടർച്ചയായി 30 കൊല്ലം ഒരു എസ് എൻ ട്രസ്റ്റിനെ ഭരിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ജനങ്ങളിലുള്ള വിശ്വസ്തത. എന്തെല്ലാം ആരോപണം ഉണ്ടായതിനെ പറ്റി, കോടാനുകോടികൾ അടിച്ചതിനെ പറ്റിയുള്ള കണക്ക്, കോടികളുടെ കണക്കാണ് അടിച്ചത്. എത്ര കേസുകളാണ് സുപ്രീം കോടതി തൊട്ട് മുനിസിപ്പൽ കോടതി വരെ കേസുകളൊരു കൂമ്പാരങ്ങളാണ്. ഇവരൊന്നും ജനകോടതി വരികയില്ല, ഇവരെല്ലാം കോടതികളിലാണ്. ഈ കോടതിയിൽ പോയി സാങ്കേതികങ്ങൾ പറഞ്ഞുകൊണ്ട് സമുദായത്തെ തകർക്കുവാൻ വരുന്ന ശക്തികൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാത്രമല്ല, ഈഴവനെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം, ഡോക്ടർ പത്മു പറഞ്ഞ പോലെ ഈഴവത്തി പറ്റ ഈഴവനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈഴവ സമുദായത്തിന് ഉണ്ടായ ഒരവസരം ഇപ്പോൾ മാത്രമാണ്. പണ്ട് ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട ഈ സമുദായം ജാതീയപരമായി തന്നെ സംഘടിച്ച് ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയും സംഘടനാപരമായ ആ കൂട്ടായ്മയും കണ്ട് അസൂയാലുക്കളായ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരും പുറത്ത് നിൽക്കുന്നവരും ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനെ നശിപ്പിക്കുവാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുവെങ്കിൽ പോലും ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് തളരാതെ ഇന്നും ഇത് വളർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗത്തിൽ തന്നെയാണെങ്കിലും വന്നിട്ട് ഞാൻ എത്ര കൊല്ലമായി എന്നെ ഇറക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഇലക്ഷൻ നടത്തി എസ് എൻ ട്രസ്റ്റ് കഴിഞ്ഞല്ലോ, SNDP യോഗത്തിൻ്റെ നടത്താമല്ലോ. എന്ത് അതിനുള്ള അവസരം തരാത്തത്? ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു സാഹിത്യകാരനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കാനിപ്പോൾ അദ്ദേഹത്തിന് അഞ്ജന വന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് SNDP യോഗത്തെ പറ്റി ആ സാഹിത്യകാരനെ ഒന്നും അറിയില്ല. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കേസ് ഒപ്പിടിച്ചുകൊണ്ട് കേസ് നടത്തുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ ജനകോടതി വരെ ഒരു തെരഞ്ഞെടുപ്പ് വെച്ചതാണല്ലേ, നിങ്ങൾ എന്തിനാ സ്റ്റേ ചെയ്യിച്ച്? അപ്പോൾ നിങ്ങൾക്ക് ജയിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ അതിനെതിരെ ഇപ്പോൾ എസ് എൻ ട്രസ്റ്റിന് വരുന്നപ്പോൾ പറഞ്ഞ് ഇപ്പോൾ റിസീവർ വരുന്നു. ഇപ്പോൾ എസ് എൻ ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് ജയവും കഴിഞ്ഞ് ചാർജ് എടുത്തു, ഒന്നും പറയാൻ. ഇപ്പോൾ SNDP യോഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ റിസീവർ വരും, ഇപ്പോൾ പിരിച്ചു വരും. ഡിന്നില്ല, കണക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ പിരിച്ചു വിട്ടിട്ട് ഈ പറയുന്ന പലരെയും റിസീവറാക്കി ഗവൺമെൻറ് കൊടുത്ത് അവരിരുന്ന് ഭരിക്കും എന്ന് വരെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും വെള്ളരിക്ക പട്ടണമല്ല ഇത്. ഒരു ഗവൺമെൻറ് വിചാരിച്ചാലോ ഒരു കോടതി വിചാരിച്ചാലോ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. SNDP യോഗത്തിൽ എന്തുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര സ്കൂളുണ്ട്, എത്ര കോളേജുണ്ട്? ആരെന്ത് തന്നു? സ്വാശ്രയ കോളേജ് തന്നെ എത്ര എണ്ണം നടത്തുന്നു? ലക്ഷക്കണക്കിന് രൂപ അതിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അല്ലേ ഇന്ന് പോകുന്നത്. പണ്ട് SNDP യോഗത്തിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ എന്തുണ്ടായിരുന്നു? ഇന്നിപ്പോഴുള്ള ആസ്തി എത്ര കോടിയാണ്? ആര് തന്നിട്ടാണ്?
വർത്തമാനകാലത്ത് ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയും കണ്ട അസൂയാലുക്കൾ തകർക്കാൻ പല രൂപയിൽ വരുന്നുണ്ട്. അതിൽപ്പെട്ട രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്ന് ഇതിനെ കണ്ടില്ല, ഗണേശ് കുമാർ ഇറങ്ങിയിരിക്കുകയാണ്. ആരെയും കൊണ്ടാണ്? സംഘടനയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്ത് കളഞ്ഞ ചില പകൽമാന്യന്മാരെ കൂട്ടുപിടിച്ച് അവരുമായി കൂടിയാലോചന നടത്തി, എന്നിട്ട് എന്താ പറയുക, ശ്രീനാരായണ ഏകീകൃത പിന്നോക്ക സംഘടനകൾ, കേരള കോൺഗ്രസ് ബി ലീഗ്. ഈ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ശങ്കർ സാറിനെ നശിപ്പിക്കാൻ, അതിലൂടെ ഈഴവനെ നശിപ്പിക്കുവാൻ ഉണ്ടായ സംഘടനയല്ല കേരള കോൺഗ്രസ്. അച്ഛൻ തുടങ്ങിയ പണി ശങ്കർ സാറിനെ ഇറക്കാൻ അദ്ദേഹം വിജയിച്ചു. ഇന്ന് മകനും തുടങ്ങിയിരിക്കുകയാണ് ഈഴവ സമുദായത്തിന്. ഒരു പിന്നോക്ക വിരോധിയല്ലേ? ഇപ്പോൾ തന്നെ കയറിയെന്ന ഉടനെ തന്നെ എന്താണ് ഇരിക്കുന്ന കമ്പല്ലേ മുറിച്ചത്? ഗണേശൻ ഇടതുപക്ഷ ഗവൺമെൻറ് 2.5 കൊല്ലം കഴിഞ്ഞ ട്രാൻസ്പോർട്ടിൻ്റെ ഇത് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ആ മാന്യമായ അവരുടെ ധാരണ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കൈ കയറി കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അത് നഷ്ടമാണെന്നും എന്നെല്ലാം പറഞ്ഞ് താൻ സ്വയം ഗോളടിച്ച് ക്യാമറാകാൻ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ 2.5 കൊല്ലത്തെ പ്രവർത്തനത്തിൽ എൻ്റെ പരാജയമാണെന്നല്ലേ, ആ വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് സ്വയം അദ്ദേഹം പ്രഖ്യാപിച്ച് താൻ സ്വന്തം വീരനായി മാറുകയാണ്. ഇവരെല്ലാം ഭരിച്ചപ്പോൾ അച്ഛനും മകനും കൂടെ ഭരിച്ചല്ലേ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ നശിപ്പിച്ചത്. ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് ഉണ്ടായിരുന്നപ്പോൾ പോലും അവർ തന്നെ സ്വന്തമായി ട്രാൻസ്പോർട്ട് നടത്തിക്കൊണ്ടിരുന്നില്ലേ, സർവീസ് സ്വകാര്യമായിട്ട്. ഇതൊക്കെ പറയാനാണെങ്കിൽ ഇവരെല്ലാം കൊള്ളക്കാർ, അച്ഛനാരാണെന്ന്. ഇടമലയാർ കേസ് ശിക്ഷ മേടിച്ച കേരളത്തിലെ ഏക മന്ത്രിയല്ലേ യഥാചാര പദാവർ, അച്ഛൻ്റെ മകൻ തന്നെ മകൻ. ഇടമലയാർ കേസിൽ സാമ്പത്തിക കുറ്റം ആരോപിച്ച് ശിക്ഷ മേടിച്ച ആൾ ആണ് സ്വന്തം അച്ഛൻ. അദ്ദേഹമാണ് എഴുപ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച, ശങ്കറിനെ നശിപ്പിക്കാൻ ശ്രമിച്ച, ശങ്കറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ ശ്രമിച്ച മാന്യന്മാരിൽ പ്രധാനി. അച്ഛൻ്റെ മകൻ തന്നെ 10 ഗുണം 10 ഗുണം അച്ഛൻ്റെ മകൻ തന്നെയാണ്. ആ അച്ഛൻ്റെ മകനും തുടങ്ങിയിരിക്കുന്നത് എന്താണ്? ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം കുലംകുത്തുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിനെതിരായി പ്രവർത്തനം തുടങ്ങി. ആ പിന്നോക്ക സംഘടന, ഇദ്ദേഹം മുന്നോക്കക്കാരനാണ്. കോഴിയെ കുറുക്കം വളർത്തുമെന്ന് പറഞ്ഞ പോലെ പിന്നോക്കക്കാരനെ നന്നാക്കാൻ മുന്നോക്കക്കാരനായ ഗണേശൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ കയറിയപ്പോഴേയും പിന്നോക്കക്കാരനെ വെട്ടി. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പിൻ്റെ സെക്രട്ടറി ഒരു പിന്നോക്കക്കാരനാണ്. ആ പിന്നോക്കക്കാരനെ കയറി 24 മണിക്കൂറിനുള്ളിൽ വെട്ടിയില്ലേ? ഇപ്പോൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ? ആ ട്രാൻസ്പോർട്ട് വകുപ്പിനെ അല്പം നന്നാക്കാൻ ശ്രമിച്ച ബിജു പ്രഭാകരനെ അത് എഴുതി കൊടുത്തിരിക്കുകയാണ്, അത് മാറ്റാൻ അതൃപ്തി വേണ്ട. ഇത്രയും വലിയ പിന്നോക്കക്കാരനാണല്ലോ, സ്വകാര്യ അദ്ദേഹം കുറേ സ്റ്റാഫിനെ സ്വന്തമായിട്ട് എടുത്തല്ലോ. എത്ര പിന്നോക്കക്കാരുണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ? എല്ലാവരുടെയും വോട്ട് മേടിച്ചല്ലേ ജയിച്ചത്. അപ്പോൾ ഇവരുടെ പിന്നോക്ക സ്നേഹം കണ്ടാൽ അറിയാം. മാത്രമല്ല നിങ്ങൾ നോക്കൂ, കാണിക്കുന്നത് ഞാൻ ഇദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്ന ആരാണ്, അവരുടെ ഫോട്ടോയാണത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്ക്, പിന്നോക്ക സംഘടനകൾ കേരള എന്നാ പിന്നോക്ക, അതിൽ നോക്ക് 1-2 പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ SNDP സംഘടന നടപടിയെടുത്ത് കളഞ്ഞവരാണ്. ഇവരെല്ലാം ചേർത്തൊരു ഹോട്ടലിലും മൂലയിൽ 5-6 ആളെയും വെച്ചുകൊണ്ട് സ്വാമി ഇവർ ലയനമാണ്. കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ലയിക്കാൻ സമുദായത്തിൽ നാമമാത്രമായ ആളുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് എനിക്കെതിരെ. ഈ ശാശ്വതാനന്ദ സ്വാമി ഇറക്കിയ കസേരയിൽ ഇരിക്കുന്ന ഞാൻ മലീനസപ്പെടുന്നു. കനകസിംഹാസനത്തിരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്ന് ഇദ്ദേഹത്തെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്നെ ശാശ്വതാനന്ദ സ്വാമി മാത്രമല്ല ഇരുത്തിയത്, അച്യുതാനന്ദൻ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, VS അച്യുതാനന്ദൻ.
കേരളകൗമുദി എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞാനൊന്നും ഒരിക്കലും മറന്നു പറയാം. സ്വന്തം തന്തയെ തള്ളി പറഞ്ഞ ആളല്ലേ ഇദ്ദേഹം. എന്നെയാക്കിയവരും ഞാൻ മറക്കില്ല. തന്ത തന്നെ എന്താ പറഞ്ഞത്? എന്നെ ചെത്താലും അവന് എൻ്റെ ഇടം കാണാൻ വരരുന്നല്ലേ. സമ്പത്തിന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരിമാരോട് കേസ് പറയല്ലേ. അങ്ങനെ കനകത്തിനും മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് താല്പര്യം ഇത് രണ്ടിനോടും മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനൊക്കെ. സ്വന്തം ഭാര്യയുടെ തല്ലുകൊണ്ടിട്ട് നിന്ന് കരഞ്ഞ് ഫോട്ടോ അതെല്ലാം ദൃശ്യമാധ്യമങ്ങൾ കൊണ്ട് കാണിച്ച മാന്യല്ലേ. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊക്കെ സിനിമാക്കാരായ ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാം. സിനിമാക്കാർക്ക് എന്ത് ഏപ്പിത്തരവും കാണിക്കാമെന്ന് ഏത് നിഘണ്ടുവിലാണ് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇത്തരം തറയായ ഒരു മന്ത്രിയുണ്ട്. ഇവൻ മന്ത്രിയാകാൻ വല്ല യോഗ്യതയുണ്ട? ഭയങ്കര യോഗ്യനായിട്ട് അഭിനയിച്ച് നടക്കുകയാണ്. അദ്ദേഹം തമ്പ്രാനും ബാക്കിയുള്ളവനും അടിയാനുമാണെന്നുള്ളതാണ് ഭാവന. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഒരു കുഴിക്കുത്താണ്, ഒരു അപമാനമാണ്. ഇത് കൂടുതൽ നാൾ ഇതിനെയും ചുമന്നുകൊണ്ട് പോകാൻ ഇടതുപക്ഷ ഗവൺമെൻറ് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേക്കും ഈ ഗണേശനെ കൊണ്ട് മാത്രം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ടി വിയിലെല്ലാം നിങ്ങൾ കണ്ടു എനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. എനിക്ക് ആ ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ളത് കൊണ്ട് ഞാനിതിൽ നിന്ന് ശാശ്വതമായി കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ വാദി ഈ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വകാര്യ അന്യായമാണ്. അതല്ലാതെ സ്വമേധയ ഗവൺമെൻറ് എടുത്ത കേസല്ല. പ്രൈവറ്റ് കംപ്ലയിൻറ്റ് പ്രകാരം ഉണ്ടായ കേസ് അന്വേഷണം എടുത്തിട്ട് ആ അന്വേഷണ ഏജൻസി അതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ ശേഷം ഇതിനകത്ത് കാര്യമില്ല എന്നും ഞാൻ നിരപരാധിയാണെന്നൊരു ക്ലീൻ ചിറ്റ് എനിക്ക് തന്നുവെങ്കിൽ ഇതിന് ആ വിവരം അറിയിക്കേണ്ടത് ആരെയാണ്? വാദിയെ കൂടെ അറിയിക്കണം. വാദിക്ക് കൂടെ ആക്ഷേപമില്ലെന്ന് പറയണം. അല്ലെങ്കിൽ വാദിക്ക് പിന്നെ ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെ VS ഇപ്പോൾ കിടപ്പിലാണ്. അദ്ദേഹത്തിന് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന പല ശക്തികളുണ്ട്, പല പണച്ചാക്കുകളുണ്ട്. അവർ വല്ല വിരലടയാളം വെപ്പിച്ചോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ചെയ്തോ അത് മുമ്പോട്ട് കൊണ്ടുപോകോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തുമാട്ടെ നമുക്ക് ഫസ്റ്റ് ഗ്രൗണ്ടിൽ നമുക്ക് വിജയം വന്നു കഴിഞ്ഞു. എത്ര വന്നാലും ഇതിൻ്റെ ബേസിസിലെ ഏത് കാര്യത്തിലും ഏത് കോടതിയിലും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. ശരിയല്ലേ? SNDP യോഗത്തിൻ്റെ വളർച്ചയിലുള്ള അസൂയാണ്. ആ മൈക്രോ ഫൈനാൻസിനെ തകർത്ത് പടനായകനെ തോൽപ്പിച്ച് പടയച്ചിഹ്ന ഭിന്നമാക്കുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിച്ചത്. മാത്രമല്ല എന്നെ ജയിലിലാക്കാൻ എന്തെല്ലാം നോക്കി, എന്നെ ക്രിമിനൽ കേസ് പ്രതിയാക്കാൻ എന്തെല്ലാം നോക്കി. അപ്പോൾ അതെല്ലാം പല വിധത്തിലുള്ള ഒരു മുഖമല്ല. ഈ മൈക്രോ ഫൈനാൻസ് ഒരു മുഖം, പല മുഖത്തിലൂടെ എന്നെ ആക്രമിക്കുന്നുണ്ട്. അതിലൂടെ SNDP യോഗത്തെ തകർക്കാൻ അതിന് നമ്മുടെ കുറേ കുത്തികളും കുറേ സമ്പന്നന്മാരിൻ്റെ പുറകിലുണ്ട് താനും. ആ സമ്പന്നന്മാരൊന്നും മുഖം മുമ്പിൽ വരുന്നില്ല. ഈ വാദിയായി കൊടുത്തുള്ള കേസ് കൊടുത്തുള്ള പലർക്കും ഈ പറയുന്ന മാഷുണ്ടല്ലോ സാഹിത്യകാരൻ, ഈ കാശെല്ലാം സാഹിത്യകാരനാണ് കൊടുക്കുന്ന കേസിന്. അദ്ദേഹം കൊടുക്കുമോ? 5 പൈസ അങ്ങനെ കൊടുത്ത് ശീലമുണ്ടോ? ഇതിനെ പറയുന്ന കാശ് കൊടുക്കുന്ന ആരാണ്? അവരുടെ മുഖം കാണിക്കുന്നില്ലല്ലോ, അവർ വരുന്നില്ലല്ലോ. ചിത്രത്തിന് മുമ്പ് വരണ്ടേ അവർ? ധൈര്യമുണ്ടെങ്കിൽ, ചുണയുണ്ടെങ്കിൽ, ആണത്തുണ്ടെങ്കിൽ. ഇങ്ങനെ പുറകിൽ നിന്ന് കളിപ്പിക്കുകയാണ് ഓരോരുത്തർ. ഇത് തീർന്നു നമ്മൾ കണക്കാക്കാനാണ്. ഇനിയും വരാം. അതിനെല്ലാം നമുക്ക് നേരിടാനുള്ള ധൈര്യം വേണം. സമുദായത്തെ തകർക്കാൻ തന്ന ശക്തികൾ സ്വയം അവർ തകരും, നശിക്കും. നിങ്ങളൊന്ന് ആലോചിക്കണം. ഗുരുവിനെ തൊട്ടവർ ഗുരുവിനെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചു, ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. പല ഘട്ടങ്ങളിലായിട്ട് SNDP യോഗത്തെ പലരും തകർക്കാനും തളർത്താനും ശ്രമിച്ചുവെങ്കിൽ അവരൊരിക്കലും SNDP യോഗം നശിച്ചിട്ടില്ല. അത് അജയ്യമായ ശക്തിയായി ഇരട്ടി ശക്തിയോടുകൂടി അത് വളർന്നിട്ടേ ഉള്ളൂ. അത് തകർക്കാൻ ശ്രമിച്ച ശക്തികൾ ആരായാലും, എത്ര വമ്പനായാലും കൊമ്പനായാലും
അവനെല്ലാം തകർന്ന് തരിപ്പണമായ ചരിത്രമേ SNDP യോഗത്തിൻ്റെ 120 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൈക്രോ ഫൈനാൻസിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വനിതകളാണ്. അതെ, നിലവിൽ ഈ കേസുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ നമുക്ക് പല യൂണിയനുകളും മൈക്രോ ഫൈനാൻസ് പുതുതായിട്ട് കൊടുക്കുന്നില്ല, ലോൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പൂർവ്വാധി ശക്തിയുമായിട്ട് വനിതകളിലേക്ക് ഇത് വീണ്ടുമായിട്ട് ഇറങ്ങുന്നതോ അതോ? തീർച്ചയായിട്ടും ഇനി ആവശ്യമുള്ളവർക്കെല്ലാം ഇഷ്ടംപോലെ കൊടുക്കും. പക്ഷെ ഇപ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കാലത്ത് വേറെ ആരും കൊടുക്കാനില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ സൊസൈറ്റികൾ കൊടുക്കാൻ തുടങ്ങി, അവിടെ കുടുംബശ്രീകൾ ഇഷ്ടംപോലെ കൊടുക്കാൻ തുടങ്ങി. കുടുംബശ്രീ പണ്ട് കൊടുത്തിരുന്നത് 24 ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇത് കാണിച്ചിട്ടുണ്ട് 2. ഇപ്പോൾ അവർ പലിശ കുറച്ച് കൊടുക്കാൻ തുടങ്ങി, അവർക്ക് സബ്സിഡി ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് പലിശ കുറച്ച് കൊടുക്കാൻ തുടങ്ങും. ബാങ്കുകൾ 9%ക്കാണ് കൊടുക്കുമെങ്കിൽ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അവർക്ക് 6% കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ 4% കൊടുക്കും. ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ആയാലും ഇപ്പോൾ സ്വകാര്യ ഏജൻസികളായ കുറേ പ്രൈവറ്റ് ബാങ്കുകൾ ഇപ്പോൾ ചവർ പോലെ ഇറങ്ങിയിട്ടുണ്ട്. അവർ കണ്ടമാനം നടന്നു കൊടുക്കാൻ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ പഴയതുപോലുള്ള ഒരു ആവേശത്തോടുകൂടി വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം മറ്റു രീതിയിൽ ഒരുപാട് പണം കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. എന്നാലും വാങ്ങുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാലും പണ്ടെല്ലാം അവർക്ക് 5 പൈസ പോലും കിട്ടാൻ മാർഗ്ഗമില്ലാത്തതിൽ നിന്ന് മൈക്രോ ഫൈനാൻസുകളുടെ അവരുടെ അക്കൗണ്ടിൽ പണമുണ്ടെന്നൊരു ആത്മബോധവും അവർക്ക് ആവശ്യം വന്നാൽ പണം ഏത് സെക്കൻഡിൽ അവർക്ക് കയ്യിലുണ്ട് എന്നുള്ള ജീവിതത്തിലൊരു ധൈര്യവും അവർക്കുണ്ടായിട്ടുണ്ട്. ഇനിയും പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും ഞാൻ ഒപ്പിട്ട് കൊടുത്തു ചേർത്തലേക്ക്, അതുപോലെ വടക്ക് വറവൂരൊക്കെ ഒപ്പിട്ട് കൊടുത്തു. അതിങ്ങനെ അതായത് ഞാൻ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ശുപാർശക്കത്ത് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും വാങ്ങുന്നുണ്ട്. എന്നാലും പെർസെൻറ്റേജ് ബേസിസ് നോക്കിയാൽ പഴയതുപോലെ പോരാ. എന്നാലും വാങ്ങുന്നുണ്ട്, ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾ അതുകൊണ്ട് പല രീതിയിൽ അവർ ഉയർന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, വ്യവസായം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതുകൊണ്ട് നന്നായവർ പലരുമുണ്ട്. ആ കർമ്മം ഇനിയും തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും. ഇത്തരം ഈ ഒരു വിവാദങ്ങൾ മുമ്പോട്ടുള്ള കുതിപ്പിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ബാധിക്കുകയോ അങ്ങനെ മുമ്പോട്ടുള്ള കുതിപ്പ് ഇല്ലാതാക്കുകയോ ചെയ്യുന്നുണ്ടോ? കുറച്ചെല്ലാം ഉണ്ട്. കാരണം 3-4 യൂണിയനിലുണ്ടായ പ്രശ്നങ്ങൾ, ഫണ്ട് ഡൈവേർഷൻ ഉൾപ്പെടെയുള്ള പല യൂണിയൻസുകളുണ്ട്. അവിടെല്ലാം ഫണ്ട് ഡൈവേർഷൻ നടത്തി ഈ കുഴപ്പങ്ങളുണ്ടാക്കിയതിൻ്റെ പേരിൽ സംഘടനാപരമായ വലിയ തകർച്ചയല്ലേ അവിടെ വന്നത്. പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പൈസ യൂണിയൻകാരെടുത്തില്ലേ, അവർ കോളേജിലേക്ക് മാറ്റില്ലേ. അപ്പോൾ അവർക്ക് നോട്ടീസ് എല്ലാം തുടങ്ങിയില്ലേ. കണിച്ചുണങ്ങര യൂണിയനിൽ പൈസ മേടിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് കൊടുത്തോ? അവർക്ക് നോട്ടീസ് എല്ലാം തുടങ്ങിയില്ലേ. മഹേശൻ അടിച്ചുകൊണ്ട് പോയില്ലേ. ചേർത്തല യൂണിയനിൽ അതുപോലെ തന്നെ ചെയ്തില്ലേ. അങ്ങനെ പലരും പണം അടിച്ചുകൊണ്ട് പോയ ചിലർ എല്ലാം തന്നെ നിരപരാധികളായ പെണ്ണുങ്ങളെ ഇന്നവർക്ക് ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവർത്തകരായ ചില ആളുകളുടെ ആ ചൂഷണ മനസ്ഥിതി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചിലയിടത്തെല്ലാം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ആര് തകർക്കാൻ വന്നാലും അത് തകരില്ല. ഇതിന് തകർക്കാൻ വരുന്നവർ മഹത്തായ പ്രസ്ഥാനം SNDP എന്ന് പറഞ്ഞത് ലോകാവസാനം വരെ നിൽക്കുന്ന ഒരു ശക്തമായൊരു പ്രസ്ഥാനമാണ്. ഇത് മുട്ടി തകർക്കാൻ വരുന്നവർ സ്വയം ഇത്തെ മുട്ടി തകരുക അല്ലാതെ അവരൊന്നും രക്ഷപ്പെടത്തില്ല. ഇതിൻ്റെ കല്ലിനെ ഒന്നിനെ ഇളക്കാൻ ഇവർക്കൊന്നും സാധിക്കില്ല. ഇതിൻ്റെ പ്രവർത്തനം അനുസ്യൂതം ശക്തമായിട്ട് ഇനിയും കൂടുതൽ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നു. മാത്രമല്ല നമ്മുടെ ഐക്യം, ഈ സമുദായത്തിൻ്റെ ഐക്യവും അതിന് അർഹതപ്പെട്ട നേടുവാൻ വേണ്ടി, അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും തിരക്കില്ല, ഏത് പരത്തിൽ നിന്നായാലും തിരക്കില്ല, സാമൂഹ്യ നീതിക്ക് വേണ്ടി SNDP ശക്തമായി പോരാടി സാമൂഹ്യ നീതി നേടാനും ഈ അവഗണിക്കപ്പെട്ട ഈ സമുദായത്തെ സമുദ്ധരിച്ച് അവകാശ പോരാട്ടം നടത്തി നീതി നിർവഹണം നടത്താൻ, നീതി ലഭിക്കുന്നവരെ ആരുടെയും മുഖത്ത് നോക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായിട്ടോ ചൂലായിട്ടോ നിൽക്കാതെ തന്നെ ആ നിഷ്പക്ഷവും നീതിയുമായി ഈ സമുദായത്തിൻ്റെ ആസ്തിത്വത്തെയും അഭിമാനബോധത്തെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ എതിർക്കാൻ വരുന്ന ശക്തികൾ സ്വയം തകരുകയോ തകർക്കുകയോ ചെയ്യും എന്നുകൂടി പറയാൻ കൂടി ഞാൻ ഈ സമരത്തിൽ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.